എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്നേഹം എന്നാണ് ആ വ്യക്തി മനസ്സിലാക്കുക എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടാരോട്ട് കാർഡ് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്, നിങ്ങളെപ്പോൾ കണ്ടാലും ബാധകമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഫയലാണ്, കാർഡുകൾ അറേഞ്ച്മെൻറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ സ്നേഹം എന്നാണ് ആ വ്യക്തി മനസ്സിലാക്കുക? ആ വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ ആ വ്യക്തി കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല. ഉള്ളിലെ സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ വിഷമം ഉണ്ടാകുന്നു. ഈ വ്യക്തി എന്തുകൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹം എന്നോട് പറയുന്നില്ല? അങ്ങനെ രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഓർമ്മിക്കുന്നുണ്ട്. ആദ്യത്തെ കാർഡ് മൂന്നാണ്. രാത്രി കാലങ്ങളിൽ ആ വ്യക്തി നിങ്ങളുടെ കുറിച്ചുള്ള ചിന്തയുമായിട്ട് ജീവിക്കുന്നുണ്ട്. ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട് നിങ്ങളുടെ പ്രണയത്തിൽ, ചിലരെയൊക്കെ. കാരണം അതിനെ ശക്തമായിട്ട് എതിർക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ പ്രണയബന്ധത്തെ ശക്തമായി എതിർക്കുന്നവരെ ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട്. ആ വ്യക്തിയുടെ ആ ഭയത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അങ്ങനെ വരുന്നത്. നിങ്ങളുടെ ബന്ധത്തെ ചിലർ എതിർക്കുന്നു എന്നുള്ള ഒരു നിലപാട് ആ വ്യക്തിക്കുണ്ട്. ആ നിലപാട് ആ വ്യക്തിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി മനസ്സിൽ അത് ഉറപ്പിച്ച് നിർത്തുന്നുണ്ട്. പറയാനുള്ളത് മുഴുവൻ പറയാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ആ വ്യക്തി പലതും പറയാതെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. പല കാര്യങ്ങളും ആ വ്യക്തി പറയാൻ മടിക്കുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മനസ്സിൽ സ്നേഹം സൂക്ഷിക്കുമ്പോഴും ചില ആളുകൾ ആ വ്യക്തിയെ ഒരുപക്ഷെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. ആ വ്യക്തിയുടെ സ്നേഹം, ആ വ്യക്തിയുടെ ഇഷ്ടം, അതൊക്കെ പുറത്തറിഞ്ഞാൽ ആ വ്യക്തിയെ തന്നെ എല്ലാത്തിൽ നിന്നും ഒഴിവാക്കുമെന്നുള്ളൊരു ഭയം ആ വ്യക്തിക്കുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. നിങ്ങളോടുള്ള സ്നേഹമുള്ളത് കൊണ്ട് ആ വ്യക്തിക്ക് അതൊന്നും മറക്കാനും കഴിയുന്നില്ല. ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിക്ക് അങ്ങനെ മറക്കാൻ ആഗ്രഹമില്ല. നിങ്ങളോടൊപ്പം തന്നെ ജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ആ വ്യക്തി അതൊന്നും വിട്ട് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളോടൊപ്പം തന്നെ ജീവിക്കാനും നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളെ തന്നെ സ്നേഹിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എത്ര ശക്തിയുള്ള ആളുകളാണെങ്കിലും ശരി, നിങ്ങളെയും ആ വ്യക്തിയെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ തുറന്നു പറയാനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മന്ദീഭവിച്ച് നിങ്ങളുടെ പ്രണയം നിൽക്കുന്നത്. ആ വ്യക്തി സ്നേഹം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിക്കത് പുറത്ത് കാണിക്കാനായിട്ടുള്ള ഒരു ധൈര്യം ഈ ഘട്ടത്തിലുണ്ടാവുന്നില്ല. പക്ഷെ അടുത്ത ഘട്ടത്തിൽ വീലാണ് കാർഡായിട്ട് വന്നിരിക്കുന്നത്. മുന്നോട്ട് വിജയകരമായ രീതിയിൽ അത് ചലിക്കും. സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ മുന്നേറ്റം, കരിയർപരമായ മുന്നേറ്റം, പ്രണയ ബന്ധത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന മുന്നേറ്റമാണ്. അതായത് സ്റ്റക്കായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ചലിക്കുമെന്നാണ് ആ വീല് കാർഡ് പറയുന്നത്. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉള്ളത് പരിഹരിക്കപ്പെടും. പ്രശ്നങ്ങൾ മാറി വിജയത്തിലേക്ക് വരും. വിജയം ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ സ്റ്റക്കായിട്ടുള്ളത് മാറും. പ്രശ്നങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തീർക്കപ്പെടും. തെറ്റിദ്ധാരണകൾ മാറ്റും. കാര്യങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാവും. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വിജയിക്കുന്ന ഇത് സ്മൂത്ത് ഗോയിങ് ഉണ്ടാവും. അതുതന്നെയാണ് ഏറ്റവും വലുത്. വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ്. മനസ്സിൽ തന്നെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറും. മനസ്സിൽ കുറേ ഭയങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തിക്കുണ്ടായി. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ആളുകളെ ഭയപ്പെടുന്നു, എതിർക്കുന്നവരോട് എങ്ങനെ നിലപാട് സ്വീകരിക്കും, അതൊക്കെയായിരുന്നു മെയിൻ പ്രശ്നങ്ങൾ. പക്ഷെ അതിനും ഉത്തരങ്ങൾ കിട്ടും. നിങ്ങളോടൊത്തുള്ള സന്തോഷകരമായൊരു കുടുംബജീവിതത്തിലേക്ക് ആ വ്യക്തിയുടെ മനസ്സ് മാറിക്കഴിഞ്ഞു. ഇനി ആ വ്യക്തിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതം ഈ വ്യക്തിയോടൊപ്പമാണ്, അതായത് നിങ്ങളോടൊപ്പമാണ്. ഇനി ഞാൻ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇനി ഞാൻ മാറിയിരുന്നാൽ എനിക്ക് എൻ്റെ വ്യക്തിയെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നല്ല ഒരു കുടുംബാന്തരീക്ഷവും നല്ലൊരു കുടുംബജീവിതവും ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേരാനും പ്രതിബദ്ധതയോടെ ആ വ്യക്തി വരുന്നു. ഇത്രയും കാലം നിങ്ങളാണ് അതിന് ശ്രമിച്ചത്. പക്ഷേ
സമാധാനപരമായ ജീവിതം തനിക്ക് ആവശ്യമാണ്, അത് നിങ്ങളോട് തന്നെയാണെന്നുള്ള രീതിയിൽ ആ വ്യക്തിക്ക് തന്നെ ഒരു ഉറപ്പ് ലഭിക്കുന്നു. അങ്ങനെ ആ ഉറപ്പിലൂടെ ആ വ്യക്തി മുന്നോട്ട് വരികയും ആ വ്യക്തിക്ക് അതിലൂടെ വിജയിക്കാൻ കഴിയുകയും ചെയ്യും. ഇനി ആ വ്യക്തി പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകും. ആ വ്യക്തിക്ക് അതിൽ ധൈര്യം നൽകുന്ന ചില അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈശ്വരനിൽ നിന്ന്. ആ വ്യക്തി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും കൃത്യമായിട്ട് ഒരുമിക്കണം, എല്ലാ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ ഒരുമിച്ച് പോകാൻ കഴിയണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലം ആ വ്യക്തിക്ക് ലഭിക്കും. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അതിൻ്റെ വിജയം ആ വ്യക്തിയിലേക്ക് ഉണ്ടാവും. അടയാളങ്ങൾ ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജി, ആ വ്യക്തിയുടെ ശക്തി ആ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കും. ആ അടയാളങ്ങളിലൂടെ സഞ്ചരിച്ച് അപ്പോൾ നിങ്ങൾക്കുള്ള യഥാർത്ഥ ആശങ്ക എന്നാണ് നിങ്ങളെ മനസ്സിലാക്കുക, എങ്ങനെയാണ് നിങ്ങളെ മനസ്സിലാക്കുക, ഇത്രയും കാലം ഉണ്ടായിട്ട് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ഇത്രയും സമയം ഉണ്ടായിട്ട് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. പക്ഷേ ആ മനസ്സിലാക്കലുണ്ടാകും. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ മനസ്സിൽ ഈശ്വരനുമായിട്ട് ആ വ്യക്തി കൂടുതൽ അടുക്കുകയാണ്. ആ വ്യക്തിക്ക് കുറേ ഉത്തരങ്ങൾ കിട്ടാതെ പോയി. കുറേ ആളുകളെ ഭയപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ സ്നേഹം കാണിച്ചപ്പോഴും നിങ്ങളോട് തിരിച്ച് സ്നേഹം കാണിക്കുന്നതിനോ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നതിനോ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനോ ഒന്നും ആ വ്യക്തിക്ക് ഒരു ഊർജ്ജം ലഭിച്ചിരുന്നില്ല. പക്ഷേ ആ വ്യക്തിക്ക് ഊർജ്ജം ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. ആ വ്യക്തി ഒരു പോസിറ്റീവ് എനർജിയിലൂടെ മുന്നോട്ട് പോകുന്നു. എല്ലാ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട്, എല്ലാ കുഴപ്പങ്ങളെ അതിജീവിച്ചുകൊണ്ട് പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകാൻ കഴിയും. ആ വ്യക്തി ഈശ്വരനുമായിട്ട് ഒരു സമ്പർക്കം തന്നെ പുലർത്തുകയാണ്. കൃത്യമായിട്ടൊരു കൂടിക്കാഴ്ച, തൻ്റെ ദുഃഖങ്ങളൊക്കെ തുറന്നു പറയുന്നു. അപ്പോൾ ഈശ്വരൻ ആ വ്യക്തിയോട് പറയുന്നു, ആ വ്യക്തിയുടെ ശക്തി ആ വ്യക്തിയോട് പറയുന്നു, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആ സ്നേഹം തിരിച്ച് കാണിക്കുന്നില്ല. അത് ആ വ്യക്തിക്ക്, അതായത് നിങ്ങൾക്ക് വിഷമമുണ്ടെന്നുള്ളത് ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജി അറിയിച്ചു കൊടുക്കുന്നു. അത് വലിയൊരു ഉത്തരവാണ് ആ വ്യക്തിക്ക് കിട്ടുന്നത്. വീണ്ടും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് വരികയാണ്. ഇനി മറച്ചു വെക്കില്ല സ്നേഹം, ഇനി സ്നേഹത്തിന് പിശുക്ക് കാണിക്കില്ല എന്നുള്ള ഉറപ്പിലാണ്. ആ ഒരു പെരുമാറ്റം നിങ്ങൾക്ക് വ്യത്യാസമായിട്ട് അറിയാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി കൃത്യമായിട്ട് സ്നേഹം കാണിക്കും, കൃത്യമായിട്ട് അടുപ്പം കാണിക്കും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഒരു മോട്ടിവേഷൻ നിങ്ങളിലുണ്ടാവും. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലായി. തെറ്റിദ്ധരിപ്പിച്ചവരും എതിർത്തവരും അല്ല, അവരുടെ വാക്കുകളല്ല ഞാൻ കേൾക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത കൃത്യമായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ വന്നിരിക്കുന്നു. അങ്ങനെ ആ വ്യക്തിയുടെ മനസ്സിൽ കൃത്യമായുള്ള ചിന്ത വന്ന് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളൊരു മോട്ടിവേറ്റഡ് ആവുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങളാലൊരു മോട്ടിവേഷൻ ഉണ്ടാവുകയാണ്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സ്നേഹം, സ്നേഹിക്കാത്തപ്പോഴും പരിഗണിക്കാത്തപ്പോഴും നിങ്ങൾ സ്ഥിരമായി സ്നേഹിച്ചു എന്നുള്ളത് ആ വ്യക്തി പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. അങ്ങനെ നിങ്ങൾ ഒരുമിക്കും. ആ വ്യക്തി ഉടൻ തന്നെ ആ സ്നേഹം കാണിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.